ഇവനേതാ? ഡാ ഒന്ന് കണ്ണടച്ചടാ. മുറുക്കി പിടിക്കേ. അങ്ങോട്ട് വാ. അതാരാ? കണ്ണേട്ടൻ. നീ എന്തിനാ അവനെ കെട്ടിപ്പിടിക്കാൻ നിന്നോടുത്തെ? കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണം. എന്റെ മുറിച്ചെറുക്കനാ, എന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ കണ്ണേട്ടൻ. ഞങ്ങളുടെ കല്യാണം ചെറുപ്പത്തിലേ ഉറപ്പിച്ചതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല അല്ലേ? അങ്ങനെ മുറച്ചെറുക്കൻ്റെ തള്ളിക്കയറ്റം കാരണം 15-ാമത്തെ വയസ്സിൽ ഞാനൊരു നിരാശാകാമുകനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുമ്പോൾ എല്ലാ കാമുകന്മാർക്കും തോന്നുന്നതൊക്കെ അന്ന് എനിക്കും തോന്നി. ഞാൻ ഒറ്റയ്ക്കായി, ഇനി അങ്ങോട്ട് ജീവിതമില്ല. അങ്ങനെ ഞാനും എടുത്തു ആ ശബ്ദം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിലാവരുത്. അങ്ങനെയുള്ളവന് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാനാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? പലരുടെയും മന്ദാരം മുട്ടിടുന്നതും പൂക്കുന്നതും ഞാൻ കണ്ടു. അവരൊക്കെ സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റാരെയൊക്കെയോ ഏൽപ്പിച്ചു. അച്ചാച്ചൻ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. വട്ടത്തിൽ ചവിട്ടിയ നീളത്തിൽ ഓടുന്ന സൈക്കിള് പോലെ ജീവിതവും പോയിക്കൊണ്ടേയിരുന്നു. രാജേഷ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പിസ്റ്റൺ? Simple question. Piston is No. piston is പൊങ്ങുന്നു താഴുന്നു അല്ലേ? I correct it. In a positive displacement, Hey boys, what is this? What the hell are you doing? ജോസ് സാറിന്റെ സ്ഥിരം പല്ലവി കേട്ട് ഞങ്ങൾ മടുത്തു. കുറെ കാലമായി പുതിയൊരു തെറി പോലും ജോസ് സാറ് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ ഇതുവരെ കേൾക്കാത്തതൊന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ കേട്ടു. Dear students, here we have a new student. Her name is Maya. Maya. ഇതിനിടെ ജോസ് സാർ എന്തൊക്കെയോ പറഞ്ഞു. മായ എന്നല്ലാതെ മറ്റൊരു വാക്കുപോലും ആരും കേട്ടില്ല. മഴ കാത്തിരുന്ന വേഴാമ്പൽ വെള്ളപ്പൊക്കം കണ്ട പോലെയായിരുന്നു പിന്നെ എല്ലാം. ഏറ്റവും ബഹളം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ് നിശബ്ദമായി. ക്ലാസ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആരും അറിഞ്ഞില്ല. ഒരു ദിവസം മായ ക്ലാസ്സിൽ വന്നില്ല. എല്ലാവരും നെഞ്ച് തകർന്നാണ് ആ വാർത്ത കേട്ടത്. മായ സിവിലിലേക്ക് മാറി. മായ പോയത് ആർക്കും സഹിച്ചില്ല. പലരും മായയ്ക്ക് പുറകെ സിവിലിലേക്ക് മാറി. 60 പേരുണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളൊരു 10-20 പേര് മാത്രമായി. എല്ലാം മായം. ബോറടിച്ചും ക്ലാസ് കട്ട് ചെയ്ത് 3 വർഷം പോയതറിഞ്ഞില്ല. എന്താ നിന്റെ പ്രശ്നം? എൻ്റെ പൊന്നളയാ, എത്ര നാളെയാണ് അവളുടെ പുറകെ കിടക്കണേ. ഫ്രണ്ട് നടക്ക്. സ്നേഹത്തോടൊരു വാക്ക് പോട്ടെ, ഒരു നോട്ടം. ഈ ലവ് സ്റ്റോറി വായിച്ചിട്ടെങ്കിലും അവളെ വളയ്ക്കാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. കിട്ടും. നീ ഇങ്ങോട്ട് വന്നേ. എന്തല്ലേ? ഇങ്ങോട്ട് വാടാ, പറയട്ടെ. പേജ് നമ്പർ 69. ഡാ,
സുന്ദരനും സുമുഖനും സുശീലനും സർവോപരി സമാധാനിയുമായ നിന്നെ നാട്ടിലെ വെറും ഒരു സാധാരണ പണക്കാരന്റെ മകളായ അവൾക്ക് കിട്ടിയ ആർക്കാ ലാഭം? ആർക്കാ? സംശയം എന്താ? അവൾക്ക് തന്നെ. ഉം. ഇത് അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത നിന്റെ പ്രശ്നം തീർന്നില്ലേ? ആ ആ അതെങ്ങനെ അളിയാ? അതറിഞ്ഞ നീ ഹീറോ ഇല്ല പൊട്ട. പറഞ്ഞിട്ടു അളിയാ, അളിയാ പറഞ്ഞിട്ടു. പിന്നല്ല അളിയാ, അളിയാ അളിയാ ദേടാ അവള്. എടാ പോയി പറയടാ. എടാ നീ ഒന്ന് പറയൂ. ഞാനാ? ആ. എന്നിട്ട് വേണം കൂട്ടുകാരന്റെ പെണ്ണിനെ വളച്ചു ചിത്തപ്പേരൊക്കെ. ഞാൻ പോവില്ല. എടാ ടുട്ടു, നീ ഒന്ന് പറടാ. ഞാൻ പോണം. ആ അവനൊരു കൊളാക്കോ? ഒരു സംശയമില്ല. ചേച്ചി പ്ലീസ് ഒന്ന് അകലേക്ക് വരുമോ? എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേര് വെച്ചാൽ അല്ല വേണ്ട. എന്തൊക്കെയായാലും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, പോരാത്തതിന് ഇപ്പോൾ അടുത്തടുത്ത കോളേജിലും. അപ്പം പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിച്ചൂടെ? നാട്ടിൽ നിന്ന് അവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടു ചേർത്ത്. എന്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ടേക്ക്. കൈവപ്പാണല്ലോ. നീ ടെൻഷൻ എന്തായി? എടാ വേട്ടമളിയാ, എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. നല്ല കുട്ടി. നിന്റെ ശല്യം കാരണം അവള് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നല്ലടാ. അവളങ്ങനെ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞോന്നാ? അത് മാത്രമല്ല, എന്റെ പൊന്നു കേട്ടാ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ഒറ്റ പോകും. മിണ്ടിട്ട് ബാംഗ്ലൂർക്ക് വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് അതാ പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. അവളെ കാണാമെന്ന് ആ